അതായത് ഈ ദൈവം ഇത് മനുഷ്യൻ ദൈവമായിട്ട് വരെയില്ല, ദൈവം മനുഷ്യനായി ജീവിക്കുകയാണ്. ആ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈശ്വരനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അതാണ്. അപ്പോൾ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് ജീവിത സന്ദർഭങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ഒരച്ഛനെന്ന നിലക്ക്, മകനെന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, രാജാവ് എന്ന നിലക്ക്, ഒരു ഋഷി എന്ന നിലക്ക്, സഹോദരൻ എന്ന നിലക്ക്, ഇങ്ങനെ പല ജീവിത സന്ദർഭങ്ങളിൽ രാമൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ രാമൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് രാമനെ ആവർത്തിച്ച് വായിക്കാൻ കഴിയും. ഒരു ശത്രുവായാൽ എങ്ങനെയാണ്, അതിലും മാതൃകയായിരിക്കും. അപ്പോൾ ഈ മാതൃകാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രമാകുമ്പോഴും ശത്രുവാകുമ്പോഴും മാതൃകയായിട്ട് തീരുന്നതാണ്. അല്ലാണ്ട് ഒന്നിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് വരുന്നതല്ല. മിത്രത്തിൻ്റെ മാത്രമല്ല, മിത്രവും ശത്രുവുമായാലും. ഇപ്പോൾ ശത്രു ഇത് പറയുമ്പോൾ ഈ രാവണൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറയുന്നത് അഗ്നിഹോത്രിക്ക് തുല്യമായ ചരമ ശുശ്രൂഷ അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത്.